ഹായ് ഗായ്സ്, ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത കാനഡ US ട്രേഡ് വാറിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് വന്നത് അത് ഇമ്പോസ് ചെയ്ത ദിവസം തന്നെയാണ്, പക്ഷേ എനിക്ക് ഇന്നാണ് ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിൽ പ്രകാരം ഈ ഒരു ട്രേഡ് വാർ അല്ലെങ്കിൽ 25% ടാരിഫ്സ് ഇമ്പോസ് ചെയ്യണത് അവർ ഒരു മാസത്തേക്ക് പോസ്റ്റ് ചെയ്തേക്കുമായിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിൽ നിന്ന് US കടത്തുന്ന ഫെൻറ്റനൽ എന്ന് പറഞ്ഞ ഡ്രഗ് ഇഷ്യൂ ആയിരുന്നു ഒരു മേജർ ഇഷ്യൂ ഈ ടാരിഫ്സ് ഇമ്പോസ് ചെയ്യാനുള്ള. അപ്പോൾ അത് കാരണം കാനഡ $200 million ആണ് ഇപ്പോൾ ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ 10,000 ആൾക്കാരെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിയമിക്കാൻ പോവുകയാണെന്നുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെൻറ്റനൽ കടത്തുന്ന കാർട്ടലിനെ ഇപ്പോൾ ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു മാസത്തേക്കുള്ള പോസ് വന്നേക്കുന്നത്. പക്ഷേ ഇനിയും കാനഡയുമായിട്ട് പല എക്കണോമിക് ഡീൽസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ 25% വേണോ വേണ്ടയോ എന്ന് ട്രംപ് തീരുമാനിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ് വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ കോമെൻറ്റ്സ് എൻ്റെ കോമെൻറ്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം അല്ലെങ്കിൽ ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. ബൈ.